ഹായ്, അനീവിത്ത് ഫുഡ് ആൻഡ് ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ലൊരു മാങ്ങ അച്ചാറാണ് തയ്യാറാക്കുന്നത്. നമ്മുടെ ഈ അച്ചാർ ഫ്രിഡ്ജിലൊന്നും വെക്കണമെന്നില്ല. പുറത്ത് വെച്ച് തന്നെ നമുക്കിത് ദീർഘനാൾ കേടുകൂടാതെ സൂക്ഷിച്ച് വെക്കാൻ പറ്റും. അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എന്നാൽ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോകാം. അച്ചാർ തയ്യാറാക്കാനായി ഞാൻ വാങ്ങിച്ചത് 2 കിലോ മാങ്ങയാണ്. ഇത് അത്യാവശ്യം പുളിയുള്ള മാങ്ങയാണ്. മാങ്ങ നന്നായി കഴുകിയതിന് ശേഷം വെള്ളമൊക്കെ തുടച്ച് മാറ്റണം. വെള്ളത്തിൻ്റെ അംശം ഒട്ടും തന്നെ ഉണ്ടാവാൻ പാടില്ല. ഇനി ഈ മാങ്ങ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കാം. ഈ ഒരു വലുപ്പത്തിലാണ് മാങ്ങ മുറിച്ചെടുത്തത്. നമ്മളിത് മുറിച്ചിടുന്ന പാത്രമായാലും മുറിക്കുന്ന കത്തിയായാലും ഒന്നിനും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാൻ പാടില്ല. ഇനി ഇതിലേക്ക് കുറച്ച് കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിതിലേക്ക് 3 സ്പൂൺ കല്ലുപ്പാണ് ചേർത്ത് കൊടുത്തത്. ഇതിനെ മൂടി വെച്ച് ഒരു 8 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുകയാണ്. 8 മണിക്കൂർ ആയതിനു ശേഷം മാങ്ങ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഊർന്നു വന്നിട്ടുള്ള വെള്ളം വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. മാങ്ങയിൽ നിന്ന് വന്നിട്ടുള്ള ഈ വെള്ളം കളയേണ്ടതില്ല. നമുക്ക് അച്ചാറാക്കുന്ന സമയത്ത് ആവശ്യമുണ്ട്. ഇതിനി മാറ്റി വയ്ക്കാം. ഇനി നമ്മുടെ അച്ചാർ ഉണ്ടാക്കാനായി വേണ്ടത് വെളുത്തുള്ളിയാണ്. ഇതിപ്പോൾ 200 ഗ്രാം വെളുത്തുള്ളിയാണ്. തൊലിയൊക്കെ കളഞ്ഞ് നന്നായി കഴുകിയെടുത്തിട്ടുള്ളതാണ്. അതേ അളവിൽ തന്നെയാണ് ഇഞ്ചിയും എടുത്തിട്ടുള്ളത്. വെളുത്തുള്ളി മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചിട്ട് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇത് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് അച്ചാർ തയ്യാറാക്കാം. അച്ചാർ തയ്യാറാക്കാനായി ചുവട് കട്ടിയുള്ള ഒരു പാത്രം അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 200 ml നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത്. ഇനി ഈ എണ്ണ ഒന്ന് ചൂടായി വരട്ടെ. എണ്ണ ചൂടായതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഇനി കടുക് ഒന്ന് പൊട്ടി വരട്ടെ. കടുക് പൊട്ടിയതിലേക്ക് കുറച്ച് കായം ചെറിയ പീസാക്കിയത് ഇട്ട് കൊടുക്കാം. ഇനി ഈ കായം ഒന്ന് മൂത്ത് വരണം. ഇത് വളരെ പെട്ടെന്ന് തന്നെ എണ്ണയിൽ കിടന്ന് ഇതിങ്ങനെ പൊങ്ങി വരും. നമ്മളൊരു സ്പൂൺ ഉപയോഗിച്ചൊന്ന് പ്രസ് ചെയ്ത് നോക്കുമ്പോൾ പൊടിയണം. ആ ഒരു പാകമാണ് ആവേണ്ടത്. ഇനി ഇതിലേക്ക് നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയൊക്കെ പച്ചച്ചുവ മാറി നല്ല മൂത്ത് നല്ലൊരു സ്മെല്ല് വരും. അതുവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇത് മൂത്ത് നല്ല സ്മെല്ലൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കറിവേപ്പിലയാണ് ചേർത്ത് കൊടുത്തത്. കറിവേപ്പില ചേർത്തതിന് ശേഷം ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് ഇപ്പോൾ 5 സ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. കാശ്മീരി മുളകും എരിവുള്ള മുളകും കൂടി പൊടിച്ച പൊടിയാണിത്. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് പൊടികൾ ഇതിലേക്ക് ചേർത്തത്. ഇതിൽ കിടന്ന് പൊടികൾ വളരെ പെട്ടെന്ന് തന്നെ മൂത്ത് കിട്ടും. നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇതിൽ ചേർത്തിട്ടുള്ള പൊടികളൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാങ്ങയിൽ നിന്നും വന്നിട്ടുള്ള വെള്ളം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഫ്ലെയിം ഓണാക്കിയതിന് ശേഷം ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതെല്ലാം ചെയ്തെടുക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി ഇതിലേക്ക് ഒരു തവി വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മാങ്ങയുടെ പുളിക്കനുസരിച്ചിട്ട് വേണം വിനാഗിരി ചേർത്ത് കൊടുക്കാൻ. നല്ല പുളിയുള്ള മാങ്ങയൊക്കെ ആണെങ്കിൽ കുറച്ച് വിനാഗിരി ചേർത്താൽ മതി. ഇനി ഇതിലെ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് വറ്റി വരണം. അതുവരെ കൈവിടാതെ കണ്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ തിളച്ച് അതിലെ വെള്ളത്തിൻ്റെ അംശമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പീസ് ശർക്കരയാണ് ചേർക്കുന്നത്. ശർക്കര ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ശർക്കര ഒന്ന് അലിഞ്ഞു വരട്ടെ. ശർക്കര പൊടിച്ചിട്ടാലും മതി. പൊടിച്ചിടുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അത് അലിഞ്ഞു കിട്ടും. ഇനി ഇതിലേക്ക് 2 സ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ച പൊടിയാണ് ചേർക്കുന്നത്. ഇനി കടുക് ചൂടാക്കി പൊടിച്ചത് 2 സ്പൂൺ ഇട്ട് കൊടുക്കാം.
ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിതിൽ ആദ്യം മാങ്ങയിലിട്ട ഉപ്പ് മാത്രമേ ഉള്ളൂ, അത് പോരാ, കുറച്ചുകൂടി ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പും എരിവുമൊക്കെ അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യുക. അതിനുശേഷമാണ് നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള മാങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാം. മാങ്ങ ചേർത്തതിന് ശേഷം ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണുമ്പോൾ തോന്നും ഭയങ്കര തിക്കായിട്ടുള്ള അച്ചാറാണെന്ന്. ഒരു ദിവസം കഴിയുമ്പോഴേക്കും ഇതിൽ നിന്ന് എണ്ണയൊക്കെ ഊർന്നു വന്ന് നല്ല കറക്റ്റ് പാകമായിട്ടുണ്ടാവും. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. എല്ലാവർക്കും തീർച്ചയായും ഇഷ്ടപ്പെടും. ഇനി നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.